ഹലോ ഗൈസ്, ഡേ 45 ആണ്. ഞാനിന്ന് വീഡിയോ എടുത്തിരിക്കുന്ന ഈ നടന്നു വരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്നെക്കാളും കഴിവുള്ള കുട്ടികളാണ്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ അവരെ കൂടെ ആവാമെന്ന്. ആദ്യത്തെ സെക്ഷൻ ഞാൻ ചെയ്തത് ഞാൻ വീട്ടിൽ ക്ലാസ് എടുക്കുന്ന ഭരത്തിൻ്റെ ശ്രേയുടെയും കൂടെയാണ്. ഭരത്തിൻ്റെ ശ്രേയുടെ കൂടെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സ്പ്ലിറ്റ്, ഹെഡ് സ്റ്റാൻഡ്, ബാക്ക് ബെൻഡൊക്കെ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്തത് ഏബലിൻ്റെ കൂടെയാണ്. ഏബലിൻ്റെ ആദ്യമേ ചെയ്തത് സ്റ്റിക്ക് റൊട്ടേഷനാണ്. സ്റ്റിക്ക് റൊട്ടേഷൻ ചെയ്തിട്ട് നേരെ ബാക്ക് ബെൻഡിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ആരോമലിൻ്റെ എൽബോ ലിവർ ചെയ്തു, സൈഡ് ക്രെയിം പോസ് ചെയ്തു, ഹെഡ് സ്റ്റാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എലിഫൻറ്റ് പോസും ടക്ക് പോസും ചെയ്തു. അടുത്തത് വിനായകിൻ്റെ കൂടായിരുന്നു. സ്റ്റിക്ക് റൊട്ടേഷനാണ് ഞങ്ങൾ ആദ്യമേ ട്രൈ ചെയ്തത്. വിനായക് തീപ്പൊരി വേഗത്തിൽ നിന്ന് സ്റ്റിക്ക് ഇറക്കുന്ന കണ്ടു. അത് കഴിഞ്ഞപ്പോൾ വിനായക് പറഞ്ഞു എൽബോ ലിവർ ചെയ്ത് നോക്കാമെന്ന്. ഞങ്ങൾ എൽബോ ലിവർ ചെയ്ത് നോക്കി. വിനായകിൻ്റെ കൂടെ ഹെഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് വിനായക് ഒരു പോസ് പറഞ്ഞു. ആ പോസ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ 2 പോസ് ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ സ്വാഗതിൻ്റെ അടുത്തോട്ട് കയറി. സ്വാഗത് സ്റ്റിക്ക് റൊട്ടേഷൻ ചെയ്ത് നോക്കി. ഞാൻ മൂവ് ചെയ്ത് സ്റ്റിക്ക് ഇറക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് സ്വാഗതിൻ്റെ കൂടെ വീണ്ടും 2-3 യോഗ പോസ് ചെയ്ത് സ്വാഗതിൻ്റെ കൂടെയുള്ള സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെനോ അടുത്തോട്ട് കയറി. ഡെനോയെ ഒട്ടും മോശമാക്കിയില്ല. ഞങ്ങൾ എൽസിറ്റും ടക്ക് പോസും ഹെഡ് സ്റ്റാൻഡും പിന്നെ അവസാനം ഡെനോ പറഞ്ഞ് നമുക്ക് ഹാൻഡ് സ്റ്റാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ അങ്ങോട്ട് വരും ഹാൻഡ് സ്റ്റാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ ഇന്ന് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്തു. അടുത്ത വീഡിയോ കാണാം. ബൈ.